ഹലോ കുട്ടികളെ, ഇന്ന് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മോഡൽ പേപ്പറാണ് നോക്കുന്നത്. ക്രിസ്മസ് എക്സാമിൻ്റെ നമ്മൾക്ക് 7 ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടാവും. അതിൽ 5 എണ്ണം നിങ്ങൾ ചെയ്താൽ മതിയാകും. ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മെഷർമെൻറ്റ് ഗിവൺ ബിലോ. എന്താണ്? താഴെ കുറച്ച് മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. If 1 centimeter divided into 10 equal parts, 1 centimeter എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പാർട്ട്? 1 സെൻറ്റിമീറ്ററിനെയാണ് 10 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഈസി അല്ലേ? How many millimeters are there in 8 centimeter and 7 millimeter? 8 centimeter and 7 millimeter എത്ര മില്ലിമീറ്റേഴ്സ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ മില്ലിമീറ്റേഴ്സിൽ എഴുതിയാൽ മതി. റൈറ്റ് 4 millimeters in centimeter. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 മില്ലിമീറ്ററിനെ നമ്മൾ എങ്ങനെ സെൻറ്റിമീറ്ററിലാക്കി എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് എ മീറ്റർ? 1/100 പാർട്ട് ഓഫ് എ മീറ്റർ, ഒരു മീറ്ററിലെ 1/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇനി 213/100 മീറ്റർ ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ. ഈ 213/100 എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 213 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തത് ആക്ടിവിറ്റി 2. കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർക്കിള്, ഫ്ലവർ, സ്ക്വയർ, റെക്റ്റാങ്കിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ദ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പാർട്സ് ഇൻ ദ പിക്ചർ ആർ ഗിവൺ ബിലോ. എന്താണ് പറയുന്നത്? ഈ പിക്ചറിൽ ഷെയ്ഡഡ് പാർട്സൊക്കെ നോക്കിയല്ലോ നിങ്ങൾ. ഇതിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സിൽ എഴുതാം? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. എത്ര ഭാഗങ്ങളുണ്ട്, എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കണം. അപ്പോൾ ഫ്രാക്ഷൻ, എന്താണ് ഫ്രാക്ഷൻ എഴുതിയിരിക്കുന്നത്? 5/8 ആണ്. 8ൽ 5 ഭാഗത്തും ഇത് ഷെയ്ഡഡ് ആണ്, കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1 2 3 4 5 6 7 8. ഈ 8ൽ 5 ഭാഗത്തും 1 2 3 4 5 5 ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നെയിം ഓഫ് പിക്ചർ ഫ്ലവർ. അടുത്തത് 1/2. 1/2 ഇതിൽ ഏതിലാണ് വരിക? 2ൽ 1 ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ഭാഗമുണ്ട്, ഇതിൽ കഴിഞ്ഞു. ഇത് 2 ഭാഗമുണ്ട്, ഇതിൽ പകുതി എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാഫ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ബ്ലൂ. എന്താണ് ഇവിടെ പേര് എഴുതുക നമ്മൾ? സ്ക്വയർ. അടുത്തത് 1/3. 3ൽ 1 ഭാഗത്ത് കളർ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ആൻസർ വരിക. സർക്കിൾ. 3/4. 4ൽ 3 ഭാഗത്ത് കളർ ചെയ്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾ. അങ്ങനെ ആക്ടിവിറ്റി 2ലത്തെ അടുത്ത സബ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ആൻഡ് ഷെയ്ഡ് 1/8 പാർട്ട് ഓഫ് ഇറ്റ്. എന്താണ് പറയുന്നത്? ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൽ 8ൽ 1 ഭാഗം, ഒരു സ്ക്വയർ വരച്ച് നിങ്ങൾ അതിനെ 8 ഭാഗമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ 1 ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് കൊടുക്കുക. അടുത്തത് ആക്ടിവിറ്റി 3. റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോംസ് ഓഫ് ദ മെഷേഴ്സ് ഗിവൺ ബിലോ. എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ഫ്രാക്ഷണൽ റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോംസ്. താഴെ തന്നിരിക്കുന്ന മെഷർമെൻറ്റിൻ്റെ ഫ്രാക്ഷണൽ ഫോംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 and a half liters ഓഫ് മിൽക്ക്. എങ്ങനെയാണ് എഴുതുക? 1 and half liters ഓഫ് മിൽക്ക് എങ്ങനെ എഴുതും നമ്മൾ? 1 and half ലിറ്റർ പറഞ്ഞാൽ എന്താണ്? 1 and അര. അപ്പോൾ 1.5 liters ഓഫ് മിൽക്ക്. അപ്പോൾ 1 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം കേട്ടോ. ഇനി 2 and quarter meter ഓഫ് ക്ലോത്ത്. 2 and quarter meter ഓഫ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ 2 and quarter പറഞ്ഞാൽ എന്താ? 1/4. അപ്പോൾ 2 1/4 meters ഓഫ് ക്ലോത്ത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? ലിറ്റർ. 1/2 ലിറ്റർ. ലിറ്റർ എന്ന് എഴുതുക. ഇവിടെ 2 1/4 മീറ്റേഴ്സ് എന്ന് എഴുതുക. 1 സർക്കിൾ ആൻഡ് 2 പാർട്സ് ഓഫ് അനദർ സർക്കിൾ ഡിവൈഡ് ഇൻറ്റു 3. ഒരു സർക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? 2 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. വേറൊരു സർക്കിള് അങ്ങനെ എന്തായി മാറുന്നുണ്ട്? 3 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? 1/3. ഇനി എ ഫ്രാക്ഷൻ ഈക്വൽ ടു ഹാഫ് വെൻ എ സർക്കിൾ ഡിവൈഡ് ഇൻറ്റു 8. എന്താന്ന് പറയുന്നത്? എ ഫ്രാക്ഷൻ ഈക്വൽ ടു ഹാഫ് വെൻ എ സർക്കിൾ ഡിവൈഡ് ഇൻറ്റു 8. ഒരു ഫ്രാക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? എ ഫ്രാക്ഷൻ ഈക്വൽ
ടു ഹാഫ്, പകുതിയാക്കി ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു ഫ്രാക്ഷൻ. എങ്ങനെയാണ്? 8 ഇൻറ്റു 8 ഭാഗത്ത് ഏതോ ഒരു ഫ്രാക്ഷന് അതിനെ പകുതിയാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതായിരിക്കും? 4/8. അടുത്തത്, ഹൗ മെനി 1/3 മീറ്റർ ലോങ് റോഡ്സ് പുട്ട് ടുഗദർ വിൽ മേക്സ് 1 മീറ്റർ. എന്താ പറയുന്നത്? ഹൗ മെനി 1/3 മീറ്റർ ലോങ് റോഡ്, ഒരു 1/3 മീറ്റർ ഉള്ള ലോങ് റോഡ്, നീളത്തിലുള്ളൊരു പൈപ്പ് ഒരുമിച്ച് വെച്ചാൽ എത്ര 1/3 മീറ്റർ നീളത്തിലുള്ള റോഡ് ഒരുമിച്ച് വെച്ചാലാണ് 1 മീറ്റർ റോഡ് കിട്ടുക? എത്ര 1/3 മീറ്റേഴ്സ് വെക്കണം? അപ്പോൾ എത്ര 1/3 മീറ്റേഴ്സ് വെക്കണമെന്ന് നോക്കുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 4. ഈ ക്ലോക്ക് കണ്ടില്ലേ? ഈ ക്ലോക്കിൽ എത്ര സമയമായിട്ടുണ്ട് അല്ലേ? 7:15 ആയിട്ടുണ്ട്. 7:15 ആയിട്ട് 60 സെക്കൻഡും ആയിട്ടുണ്ട്. എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ഈസ് ഗിവൺ. ഒരു ക്ലോക്കിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഹാൻഡ്സ് ഓൺ ദിസ് ക്ലോക്ക്? ഇതിൽ ഏതൊക്കെ ഹാൻഡ്സ് ഉണ്ട്? ഇതിലത്തെ ഹാൻഡ്സിൻ്റെ പേരെന്താണ്? സെക്കൻഡ് ഹാൻഡ്സ്. ഈ വണ്ണമില്ലാതെ കാണുന്നത് സെക്കൻഡ് ഹാൻഡ്സ്. ഈ ചെറുതായി കാണുന്നത് എന്താണ്? അവർ ഹാൻഡ്സ് ആണ്. ഈ നീളത്തിലായി കാണുന്നത് മിനിറ്റ് ഹാൻഡ്സ് ആണ്. വിച്ച് ഹാൻഡ് ടേൺ ദ ഫാസ്റ്റസ്റ്റ്? ഇതിൽ ഏത് ഹാൻഡ്സ് ആണ് സ്പീഡിൽ ഓടുന്നത്? സെക്കൻഡ് ഹാൻഡ്സ് ആണ് സ്പീഡിൽ ഓടുന്നത് അല്ലേ? സെക്കൻഡ് ഹാൻഡ്സ് ആണ് സ്പീഡിൽ ഓടുന്നത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ മിനിറ്റ് ഹാൻഡ് ടു റൊട്ടേറ്റ് വൺസ്? എന്താ പറയുന്നത്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ മിനിറ്റ് ഹാൻഡ് ടു റൊട്ടേറ്റ് വൺസ്? മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം കറങ്ങി വരാൻ, മിനിറ്റ് ഹാൻഡാണ് അതാലോചിക്കണം, ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാൻ, ഈ മിനിറ്റ് ഹാൻഡ് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാൻ എത്ര സമയമെടുക്കും? 60 മിനിറ്റ് എടുക്കും അല്ലേ? 60 മിനിറ്റ്സ് എടുക്കും. വാട്ട് ടൈം ഈസ് ഇറ്റ് ഓൺ ദ ക്ലോക്ക് ഓൺ ദ പിക്ചർ? ഈ പിക്ചറിൽ സമയം എത്രയാണ്? 7:15 ആയിട്ടുണ്ട്. അതിനുശേഷം 60 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ 7:15 60 സെക്കൻഡ് ആയിട്ടുണ്ട്. ഡ്രോ എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ആൻഡ് മാർക്ക് ദ ടൈം ആസ് 8:30. എന്താണ് പറയുന്നത്? ഒരു ക്ലോക്കിൻ്റെ പിക്ചർ വരച്ചിട്ട് മാർക്ക് ദ ടൈം ആസ് 8:30. 8 കഴിഞ്ഞിട്ട് പകുതിയായി, 8:30 ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 8:30. അങ്ങനെ ഒരു 8:30 സമയത്തിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാനാണ് ആക്ടിവിറ്റി 4 പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 5. കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 ഭാഗങ്ങളുള്ള 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദ പിക്ചർ എബോവ് ഷോ എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്, സം ഓഫ് വിച്ച് ഹാവ് ബീൻ കളേർഡ് അല്ലേ? 8 ഈക്വൽ പാർട്സ് ഉള്ള 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3 എണ്ണത്തിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ കളർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ഫ്രാക്ഷൻ ഫോം ഫോർ ഈച്ച് പിക്ചർ. ഓരോന്നിനും ഫ്രാക്ഷൻ ഫോം എഴുതാനാണ് പറയുന്നത്. എത്ര എണ്ണം? 2 അപ്രോപ്രിയേറ്റ് ഫ്രാക്ഷൻ ഫോംസ് എഴുതണം. ഇവിടെ എഴുതണം. എങ്ങനെ എഴുതാം നമുക്ക്? ഇതിൽ മൊത്തം 8 ഭാഗങ്ങളുണ്ട്. 8ൽ എത്ര ഭാഗങ്ങൾ ഇതിൽ കളർ ചെയ്തിട്ടുണ്ട്? 2. അപ്പോൾ ഇവിടെ 2/8 എന്ന് എഴുതാം. ഇനി നമ്മൾക്ക് ഇതിനെ പകുതിയാക്കി ഇങ്ങോട്ട് എടുത്തു നോക്കൂ. ഇതിനെ മൊത്തം ഇങ്ങനെ പകുതിയാക്കി എടുത്തു നോക്കൂ. ഇതിൽ 4 ഭാഗം, 1 2 3 4. അങ്ങനെ ഇവിടെ ഒരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, 4 ഭാഗം. ഈ 4 ഭാഗത്തിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? 1 ഭാഗം. അപ്പോൾ എന്ത് ചെയ്യാം? 1/4 എന്ന് ഇവിടെ കൊടുക്കാം. അങ്ങനെയാണ്. ഇതിൽ മൊത്തത്തിൽ എത്ര ഭാഗമുണ്ട്? 8 ഭാഗമുണ്ട്. അതിൽ എത്ര ഭാഗം കളർ ചെയ്തിട്ടുണ്ട്? 4 ഭാഗം. അപ്പോൾ 4/8 എന്ന് കൊടുക്കാം. ഇനി ഇതൊരു ഭാഗമാക്കി എഴുതുകയാണെങ്കിൽ 2ൽ 1 ഭാഗം 1/2 എന്നും എഴുതാം. അല്ലാണ്ട് ഈ 4 ഭാഗമാക്കി കൊടുത്ത് 4 ഭാഗമാക്കിയിട്ട് എടുത്താൽ എങ്ങനെ എഴുതാം നമുക്ക്? 4ൽ 2 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2/4 എന്ന് എഴുതാം, 4/8 എന്ന് എഴുതാം, 1/2 എന്നും നമുക്കിവിടെ എഴുതാൻ സാധിക്കും. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 8 ഭാഗം ഉണ്ട്. അതിൽ 2 ഭാഗത്ത് കളർ കൊടുത്തിട്ടില്ല. ബാക്കി എല്ലാ ഭാഗത്തും 6 ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? 6/8 അല്ലേ? 6/8 എന്ന് നമുക്ക് എഴുതാം. അതല്ലാണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 4 ഭാഗങ്ങളാക്കി തിരിക്കുകയാണെങ്കിൽ 4 ഭാഗങ്ങളാക്കി തിരിച്ചു. അതിൽ 3 ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്, 1 ഭാഗത്ത് കളർ കൊടുത്തിട്ടില്ല. അപ്പം നമുക്കിതെങ്ങനെ എഴുതാം? 4ൽ 1 ഭാഗത്ത് കളർ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് എത്രയാണ്?
3 ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്, 4 ഭാഗത്തിൽ. അപ്പോൾ 3/4 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ എഴുതാം, 6/8 എന്നും നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ അങ്ങനെ 2 ടൈപ്സിൽ എഴുതാൻ സാധിക്കും. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ഫ്രാക്ഷണൽ ഫോംസ് ഇൻ ഈച്ച് പിക്ചർ? ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെ റിലേഷൻസ് ഉണ്ട്? ഇതിൽ 8 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കതിനെ 4 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. അടുത്തത് ആക്ടിവിറ്റി 6. ദ ടേബിൾ ഗിവൺ ബിലോ ഷോസ് സം മെഷർമെൻറ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് കുറച്ച് മെഷർമെൻറ്റിൻ്റെ. അതിൽ ചില ഭാഗങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല. അവിടെയൊക്കെ നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന ടേബിൾ മെഷർമെൻറ്റ്, ഫ്രാക്ഷൻ ഫോം, ഡെസിമൽ ഫോം. മെഷർമെൻറ്റ് എങ്ങനെയാണ്? ഇവിടെ ഈ മെഷർമെൻറ്റും തന്നിട്ടില്ല, ഡെസിമൽ ഫോമും തന്നിട്ടില്ല, ഫ്രാക്ഷൻ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഫോം വെച്ചിട്ട് നമുക്ക് ഡെസിമൽ ഫോമും മെഷർമെൻറ്റും കണ്ടുപിടിക്കണം. 7 3/10 സെൻറ്റിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റിമീറ്ററിൽ അതെങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? അത് ഡെസിമൽ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെ എഴുതണം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 5.43 മീറ്റർ ഡെസിമൽ ഫോം തന്നിട്ടുണ്ട്. ഇതിന് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കണം. എങ്ങനെ ആക്കും നമ്മൾ? 543/100. അപ്പോൾ ഇവിടെ എത്ര വരിക എന്നുള്ളത് നോക്കുക. അടുത്തത് മെഷർമെൻറ്റും ഫ്രാക്ഷൻ ഫോമും തന്നിട്ടില്ല, ഡെസിമൽ ഫോം തന്നിട്ടുണ്ട് മേലത്തെ പോലെ. 6.87 കിലോഗ്രാമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 875 ഡിവൈഡഡ് ബൈ എത്ര വരും? 1000 വരും ഇവിടെ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും നമ്മൾ? മെഷർമെൻറ്റിൽ 6875 എന്തെഴുതും നമ്മൾ? മില്ലി എന്ന് എഴുതും. ഗ്രാം എന്ന് എഴുതും കേട്ടോ. 6875 ഗ്രാം എന്ന് എഴുതും. അത് ഫ്രാക്ഷൻ ഫോമിലേക്ക് വരുമ്പോൾ 6875 ഡിവൈഡഡ് ബൈ 1000 ആകും. അത് ഡെസിമൽ ഫോമിലേക്ക് വരുമ്പോൾ 6.875 കിലോഗ്രാം ആകും. ഇവിടെ 5672 മില്ലി ലിറ്റർ കൊടുത്തിട്ടുണ്ട്. ലിറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് ഫോമാണ്. ഇവിടെ എങ്ങനെ ഫ്രാക്ഷനിൽ എഴുതും നമ്മൾ? 672 ഡിവൈഡ് ബൈ 1000. ഡെസിമൽ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതും? 5.672 മില്ലി എന്ന് എഴുതും. ഇനി ലിറ്റർ എന്ന് എഴുതും. 5.672 ലിറ്റർ എന്ന് എഴുതും. ഇനി 10 കിലോഗ്രാം 125 ഗ്രാം എന്നാണ് മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ 10 125 ഡിവൈഡഡ് ബൈ 1000. ഡെസിമൽ ഫോം എങ്ങനെ ആക്കും നമ്മളതിനെ? 10.125 കിലോഗ്രാം എന്നാക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ നോക്കണം. എങ്ങനെയാണ് എഴുതുക? 7.3 മില്ലിമീറ്റർ. 7.3 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 7 3/10 സെൻറ്റിമീറ്ററാണ്. ഡെസിമൽ ഫോമിലേക്ക് വരുമ്പോൾ എന്ത് വരും? 7.3 സെൻറ്റിമീറ്റർ വരും. അങ്ങനെ നമ്മളുടെ ആക്ടിവിറ്റി 6 കഴിഞ്ഞു. ഇനി ലാസ്റ്റിലുള്ള ആക്ടിവിറ്റിയാണ്. ഇഫ് എ ട്രെയിൻ ഷെഡ്യൂൾഡ് ടു ഡിപ്പാർട്ട് മാംഗ്ലൂർ അറ്റ് 1850 ഓൺ December 4th ലെഫ്റ്റ് 20 minutes ലേറ്റ്. എന്താണ്? മാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിൻ്റെ ഷെഡ്യൂൾഡ് ടൈം എത്രയാണ്? 1850 ആണ്. 1850 ആണ്. December 4 മാംഗ്ലൂരിലേക്കുള്ള ട്രെയിന് 18:50 ഇത് റെയിൽവേ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. ആ ട്രെയിൻ എന്തായി? ലേറ്റായിട്ട് വന്നു. 20 മിനിറ്റ് ലേറ്റായി. 1650 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1850 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ ഓരോ 12 മണി 13 14 15 16 17 18 6 മണി 50 മിനിറ്റ്. 6:50 ഇവിടുത്തെ സമയം. 6:50 ഇവിടുത്തെ സമയം. അത് 20 മിനിറ്റ് ലേറ്റ് ആവും കൂടെ ചെയ്തു. അപ്പോൾ 50 കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 20 മിനിറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ എത്ര സമയമായിട്ടുണ്ടാവും? 6:50 കൂടെ 20 മിനിറ്റ് ആഡ് ചെയ്ത് നോക്കുക. ഇനി വാട്ട് ടൈം ഡിഡ് ദ ട്രെയിൻ ലീവ്? എത്ര മണിക്കാണ് അത് പോയത്? 6:50 പ്ലസ് 20 മിനിറ്റും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ ആ സമയം കിട്ടും. റൈറ്റ് ദ ടൈം ദ ട്രെയിൻ ലെഫ്റ്റ് യൂസിങ് AM ഓർ PM. എപ്പോഴാണ് ട്രെയിൻ പോയിരിക്കുന്നത്? AM-നാണോ PM-നാണോ?
PM ട്രെയിൻ പോയിരിക്കുന്നത്. ഇഫ് ദ ട്രെയിൻ റീച്ച് തിരുവനന്തപുരം അറ്റ് 11:30 നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം 11:30 തിരുവനന്തപുരത്ത് ട്രെയിൻ എത്തിയിരിക്കുന്നത്. വാട്ട് വാസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേണി? അപ്പോൾ ടോട്ടൽ എത്ര സമയം ഈ ട്രെയിൻ തിരുവനന്തപുരം എത്താൻ സമയമെടുത്തു? അപ്പോൾ നിങ്ങളിവിടെ ഈ 6:50 + 20 ആഡ് ചെയ്തല്ലോ, ആ സമയം, ഈ ആഡ് ചെയ്ത സമയം മുതൽ പിറ്റേ ദിവസം 11:30 വരെ കണക്കാക്കി നോക്കുക. അപ്പോൾ കിട്ടും, ഇഫ് ദ ട്രെയിൻ ഓൺലി റൺസ് വൺസ് എ വീക്ക്, ഈ ട്രെയിന് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഓടുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ഡിപ്പാർച്ചർ ഡേറ്റ് ഫോർ ദിസ് ട്രെയിൻ നെക്സ്റ്റ് ഇയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം എന്താണ്? എപ്പോഴാണ്? ഡിസംബർ 4 ട്രെയിൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ എന്താ? ജനുവരി. അടുത്ത വർഷം പറഞ്ഞാൽ അടുത്ത ഡിസംബർ കഴിഞ്ഞ ജനുവരി ആണല്ലോ. അപ്പോൾ ഈ അടുത്ത വർഷം ഈ ട്രെയിന് ഏത് സമയത്തായിരിക്കും, ഏത് ഡേറ്റിനായിരിക്കും എടുക്കുക? സോറി, സമയത്തല്ല, ഏത് ഡേറ്റിനായിരിക്കും? ഇന്ന് ഡിസംബർ 4 എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് ഒരാഴ്ചയിൽ ഒരിക്കൽ ഓടുന്നൊരു ട്രെയിനാണെങ്കിൽ അടുത്ത വർഷം ഇത് ഏത് ഡേറ്റിലായിരിക്കും എടുക്കുക? അപ്പോൾ ജനുവരിയിൽ ഏത് ഡേറ്റിലാണ് ഈ അടുത്ത വർഷം പറയുമ്പോൾ ജനുവരി കേട്ടോ. ജനുവരിയിൽ ഏത് ഡേറ്റിനാണ് ഈ ട്രെയിൻ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 4 അപ്പോൾ നിങ്ങൾ കലണ്ടർ കണക്കാക്കി നോക്കുക. ഡിസംബർ 4 എന്ന് പറയുമ്പോൾ എത്ര വരും എന്ന് നോക്കുക. ഡിസംബർ 4 എന്ന് പറയുമ്പോൾ 1, 2 ആ ആഴ്ചയിലത്തെ ഫസ്റ്റത്തെ ആഴ്ചയാണ്. ഒരു 4 ആഴ്ചയാണ്. എത്ര ദിവസം ഉണ്ടാവും ഒരു മാസം എന്നുള്ളത് കണക്കാക്കി നോക്കുക. അതിനുശേഷം അതിലെത്ര ആഴ്ച വരുന്നുണ്ട് നോക്കുക. ഇപ്പോൾ ഡിസംബർ 4 വന്നാൽ അടുത്ത ആഴ്ച വരുമ്പോൾ 4 കഴിഞ്ഞാൽ 5, 6, 7, 8, 9, 10, 11 11-ാം തീയതി ആയിരിക്കും. 11-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 7-ാമത്തെ ദിവസമാണ് അത് പോവുക. അങ്ങനെ നോക്കിയിട്ട് ജാനുവരി വരുമ്പോൾ ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് ജാനുവരി എത്രാം തീയതിയാണ് ഈ ട്രെയിൻ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മാത്സിൽസെ ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലപോലെ വായിച്ച് നോക്കുക, എന്നിട്ട് നന്നായി എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.